നമസ്കാരം. നിങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പട്ടി കുറുക്ക് ചാടി അപകടമുണ്ടായി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് പോകാൻ സാധിക്കും. അതെ, നിങ്ങൾ ഒരു ബൈക്കിൽ പോകുന്ന വഴിക്ക് ഒരു പട്ടി കുറുക്ക് ചാടിയപ്പോൾ നിങ്ങൾ മറിഞ്ഞു വീണു, നിങ്ങളുടെ കാല് കയ്യോ ഒക്കെ പൊട്ടലുണ്ടായി. നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ള ആൾക്കാർ എന്താ പറയുന്നത്? ബൈക്കിൽ നിന്ന് വീണു എന്നായിരിക്കും പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ബൈക്ക് ഓടിച്ചിട്ടുള്ളത്. അപ്പോ പിന്നീട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവം, നിങ്ങൾ ബൈക്കിൽ വരുന്ന വഴിക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു പട്ടി കുറുക്ക് ചാടി അതിനെ ഇടിച്ചു മറിഞ്ഞു വീണു എന്ന് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ഡോക്ടർ അത് റെക്കോർഡ് ചെയ്യും. അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ പട്ടി ഇടിച്ചാണ് നിങ്ങൾക്ക് അപകടം ഉണ്ടായതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അവരൊരു ഒക്കറൻസ് സർട്ടിഫിക്കറ്റ് തരും. ഒക്കറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവം നടന്നു എന്നൊരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അവർ FIR എടുക്കും. ഇത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ FIR അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒക്കറൻസ് സർട്ടിഫിക്കറ്റ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്ത് ഉള്ള സിരിജഗൻ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയുണ്ട്. അത് ഈ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ വണ്ടി ഇടിച്ചു മറിഞ്ഞു വീണ് അപകടമുണ്ടായാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കമ്മിറ്റിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ വിവരം ഡോക്ടറെ ധരിപ്പിക്കണം. നിങ്ങളെ ഒരു പട്ടി ഇടിച്ച് അതിൻ്റെ പേരിലാണ് അപകടം ഉണ്ടായതെന്നും അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും, യാതൊരു സംശയവുമില്ല.